ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സീസൺ ആൻഡ് ടൈം ഉണ്ടല്ലോ, അതിൻ്റെ പാർട്ട് 2ലെ ക്ലാസ്സാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. പാർട്ട് 2 ആയിട്ട് എടുക്കുന്നത് ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് സമയം കണക്കാക്കുന്ന മെത്തേഡ് ഉണ്ടല്ലോ, നമുക്കതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അതിനകത്ത് ടൈം കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് പഠിപ്പിച്ചു തരുന്ന രീതികളൊന്നും കൃത്യമായിട്ട് ശ്രദ്ധിച്ചു നോക്കാം. ഞാൻ വിത്ത് പ്രോബ്ലം അടക്കമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടോ. നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്നാ പറയുക, ലോഞ്ചിറ്റ്യൂഡ് എന്നാണ് പറയുക. ഇതിനെ വരയ്ക്കുന്നതിനാണ് നമ്മളെന്ന് വിളിക്കുക, ലോഞ്ചിറ്റ്യൂഡ് എന്ന് വിളിക്കുക കേട്ടോ. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ലൈന് നമ്മൾ പറയുന്ന പേരാണ് ഗ്രീൻവിച്ച് ലൈൻ. എന്താണ് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രീൻവിച്ച് ലൈൻ. ഈ 0 ഡിഗ്രി ഗ്രീൻവിച്ച് ലൈന്, അതായത് ഈ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ നിന്ന് 180 ഡിഗ്രി ഈസ്റ്റ് വരെയും 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ നിന്ന് 180 ഡിഗ്രി വെസ്റ്റ് വരെയും എന്ത് പോകുന്നുണ്ട്, ലോഞ്ചിറ്റ്യൂഡ് ലൈനുകൾ പോകുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടിയും പറയാം. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ വിളിക്കുന്ന പേരാണ് ഗ്രീൻവിച്ച് ലൈന്. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ നിന്ന് 180 ഡിഗ്രി ഈസ്റ്റിലേക്കും 180 ഡിഗ്രി വെസ്റ്റിലേക്കും എന്ത് പോകുന്നുണ്ട്, ലോഞ്ചിറ്റ്യൂഡുകൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ 0 ഡിഗ്രി കഴിഞ്ഞാൽ നമുക്കറിയാം 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി അങ്ങനെ 180 ഡിഗ്രി വരെയും പോകുന്നുണ്ട്. 1 ഡിഗ്രി പഠിച്ചു വെക്കണം, ഭൂമി 1 ഡിഗ്രി തിരിയാനായിട്ട് എത്ര സമയം എടുക്കുന്നുണ്ട്, 4 മിനിറ്റ് ആണ് എടുക്കുന്നത്. ഭൂമിക്ക് 1 ഡിഗ്രി തിരിയാൻ എത്ര മിനിറ്റ് വേണം മക്കളെ, 4 മിനിറ്റ് വേണം. എത്ര മിനിറ്റ് വേണം, 4 മിനിറ്റ് വേണം. ഇനി നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം. ഒരുപാട് സമയം നമ്മൾ മറ്റുള്ളത് പറഞ്ഞ സമയം വേസ്റ്റ് ചെയ്യാണ്ട് ചോദ്യത്തിലേക്ക് പോവാം. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, അതായത് ഗ്രീൻവിച്ച്, അവിടുത്തെ ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് 4 PM ആണ്. 4 മണി PM ആണ് അല്ലേ. അപ്പോൾ 4 മണി PM നമുക്ക് അറിയാലോ. അപ്പോൾ PM എന്ന് പറയുമ്പോൾ വൈകുന്നേരമാണ് അല്ലേ, 4 മണിയാണ്. എക്സ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. എക്സ് എന്ന് പറയുന്ന സ്ഥലം അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 130 ഡിഗ്രി ഈസ്റ്റാണ്. 130 ഡിഗ്രി ഈസ്റ്റിലാണ് എക്സ് എന്ന് പറയുന്ന സ്ഥലം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ എക്സ് എന്ന് പറയുന്ന സ്ഥലത്തെ സമയം നിങ്ങളെങ്ങനെ കണക്കാക്കണം, കൃത്യമായിട്ട് ഞാൻ പറയുന്ന സ്റ്റെപ്പുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണേ. ഈ പറയുന്ന ലോഞ്ചിറ്റ്യൂഡിൽ നിന്ന് എത്ര ഡിഗ്രി നീങ്ങിയിട്ടാണ് നിൽക്കുന്നത് എക്സ് എന്ന് പറയുന്ന സ്ഥലം, 130 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്, 130 ഡിഗ്രിയാണ് അല്ലേ. ഈ 130 ഡിഗ്രീനെ നമ്മൾ 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. നമുക്കറിയാം 1 ഡിഗ്രി തിരിയാൻ 4 മിനിറ്റ് വേണം അല്ലേ. അപ്പോൾ 130 ഡിഗ്രി തിരിയണമെങ്കിൽ ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യണം, 4 ചെയ്യണം. എന്ത് ചെയ്യണം, 4 ചെയ്യണം. അപ്പോൾ 4 ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം എത്രയാണ്, 520 മിനിറ്റാണ്. അപ്പോൾ ഈ 130 ഡിഗ്രീനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണത്, മിനിറ്റിലേക്കായിട്ട് മാറി. ഓക്കെ, 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ്. അപ്പോൾ 130 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 520 മിനിറ്റ് എന്ന് കിട്ടും. അപ്പം നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ലോഞ്ചിറ്റ്യൂഡിൽ നിന്ന് ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്ര ഡിഗ്രി ഉണ്ടെന്ന് നോക്കുക. ആ ഡിഗ്രീനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് മിനിറ്റ് ആയിരിക്കും. എന്തായിരിക്കും, മിനിറ്റ് ആയിരിക്കും. അപ്പോൾ 520 മിനിറ്റ് എന്നാണ് കിട്ടിയത്. നമ്മൾക്ക് ഈ മിനിറ്റിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യണം, മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ പല ആളുകൾക്കും അതൊരു ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന ഉത്തരം ഉണ്ടല്ലോ, ഇവിടെ കിട്ടുന്ന ഉത്തരം 600-ന് താഴെയുള്ള ഉത്തരമാണെങ്കിൽ, 600-ന് താഴെയുള്ള ഉത്തരമാണ് മിനിറ്റായിട്ട് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ 6 കൊണ്ട് ഒറ്റ തവണ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം 520 600-ന് താഴെ കിട്ടിയ ഉത്തരമല്ലേ, 600-ന് താഴെ വരുന്നൊരു സംഖ്യയല്ല 520. ആ 520-നെ 6 കൊണ്ട് ഒറ്റ തവണ എന്ന് പറഞ്ഞാൽ മുകളിൽ ഒരു നമ്പർ മാത്രമേ വരാൻ പാടുള്ളൂ. അതാണ് ഒറ്റ തവണ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം 520-നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, 52-ൽ അടുത്ത് വരുന്ന സംഖ്യയാണ് 8. 8 ഇൻറ്റു 6 48. ബാക്കി റിമൈൻഡർ 4, ഈ 0 ഇറക്കിയിട്ട് ഈ മുകളിൽ വരുന്ന സംഖ്യ ആയിരിക്കും എന്ത്, മണിക്കൂർ എന്ന് പറയുന്നത്. താഴെ വരുന്ന റിമൈൻഡർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, മിനിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മുകളിൽ വരുന്നത് മണിക്കൂറും താഴെ വരുന്നത് മിനിറ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. 520 മിനിറ്റ് എന്നുള്ളത് ഇപ്പം എന്തായി, 8 മണിക്കൂറും 40 മിനിറ്റ് എന്നായി. 8 മണിക്കൂറും 40 മിനിറ്റ്. നമുക്കറിയാം ലോഞ്ചിറ്റ്യൂഡിലെ സമയം, ഗ്രീൻവിച്ചിലെ സമയം എന്ന് പറയുന്നത് 4 മണിയാണ് അല്ലേ. ഈ 4 മണി കൂടെ 8 മണിക്കൂർ 40 മിനിറ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ നിന്ന് ഈസ്റ്റ് എന്ന് പറയുന്ന ഡയറക്ഷനിലേക്ക് എല്ലാം പോകുന്നത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി വെസ്റ്റിലാണ് ഡയറക്ഷൻ എങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ഇവിടുത്തെ സമയത്തിൽ നിന്ന് മൈനസ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ നിങ്ങൾ നോക്ക്, ഇത് ഈസ്റ്റ് ഡയറക്ഷനിലല്ലേ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് സ്ഥലമെങ്കിൽ ഇവിടുത്തെ സമയത്തോടു കൂടി നമ്മൾ കിട്ടുന്ന മണിക്കൂർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 4 മണിക്കൂടെ നമ്മൾ 8 മണിക്കൂർ ആഡ് ചെയ്തു, 40 മിനിറ്റും ആഡ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? 12:40 അല്ലേ? 4 മണിയായിരുന്നു, വൈകിട്ട് 4 മണിയായിരുന്നു. അപ്പോൾ വൈകിട്ട് 4 മണിക്കൂർ 8 മണിക്കൂർ കൂട്ടി, അപ്പോൾ 12, പിന്നെ ഒരു 40 മിനിറ്റ്. അപ്പോൾ 12 മണി കഴിഞ്ഞാൽ പിന്നെ PM മാറി, അതെന്തായി? AM ആയിട്ട് മാറി. ക്ലിയർ ആണോ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ ആൻസർ മനസ്സിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡാണ്. ഇവിടുത്തെ ഗ്രീൻവിച്ചിലെ സമയം എന്ന് പറയുന്നത് 9 AM. 9 AM എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പകൽ സമയമാണ് അല്ലേ? രാവിലെ 9 മണിയാണ്. എക്സ് എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് 160 ഡിഗ്രി ഈസ്റ്റിലാണ്. 160 ഡിഗ്രി ഈസ്റ്റിലാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം 0 ഡിഗ്രിയിൽ നിന്ന് ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്ര ഡിഗ്രി ഉണ്ട് നോക്കാം. എത്ര ഡിഗ്രി ഉണ്ട്? 160 ഡിഗ്രി ഉണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 160 ഡിഗ്രീനെ നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിച്ചു. അതന്നല്ലേ ഇവിടെയും ചെയ്തത്? 4 കൊണ്ട് ഗുണിച്ചു. 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം 640 മിനിറ്റ് എന്ന് കിട്ടി. 640 മിനിറ്റ്. അപ്പോൾ ഈ എത്ര ഡിസ്റ്റൻസ് ആണോ ആ ഡിസ്റ്റൻസിലുള്ള ഡിഗ്രീനെ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? മിനിറ്റ് ആയിരിക്കും. എന്തായിരിക്കും? മിനിറ്റ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണേ. 640 എന്ന് പറയുന്നത് 600-ന് മേലെ വരുന്ന സംഖ്യയാണ്. 600-നേക്കാളും മുകളിൽ വരുന്ന സംഖ്യ ആയതുകൊണ്ട് 6 കൊണ്ട് 2 തവണ ഡിവൈഡ് ചെയ്യണം. 2 തവണ എന്ന് പറഞ്ഞാൽ മുകളിൽ 2 നമ്പറുകൾ നമുക്ക് കിട്ടണം. അപ്പോൾ 640 6-ലെ ഒരു തവണ 1 × 6 6. ഈ 4-ന് ഇറക്കിയിട്ട് 4 പോകില്ല, അപ്പോൾ 0 അല്ലേ? ഈ 0 ഇറക്കിയിട്ട് അപ്പോൾ മുകളിൽ വരുന്നത് 10 മണിക്കൂറും 40 മിനിറ്റ് എന്നും കിട്ടി. 10 മണിക്കൂറും 40 മിനിറ്റ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കണം, ഈ ഒരു മെത്തേഡ് പഠിച്ചു വെക്കണം. 600 ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 600 മിനിറ്റ് ആണെങ്കിൽ അതിനർത്ഥം അവിടെ നിങ്ങൾ ഡിവൈഡ് ചെയ്യാനും നിൽക്കേണ്ട. 600 മിനിറ്റ് ആണെങ്കിൽ അതിനർത്ഥം എന്താ? അത് 10 മണിക്കൂർ എന്നാണ്. ഇനി 600-ൽ താഴെയുള്ള സംഖ്യയാണെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരെണ്ണം ചെയ്തു അല്ലേ? 600-ന് താഴെയുള്ള സംഖ്യയാണെങ്കിൽ 6 കൊണ്ട് ഒറ്റ തവണ ഡിവൈഡ് ചെയ്യുക. ഒറ്റ തവണ എന്ന് പറഞ്ഞാൽ മുകളിൽ ഒരു നമ്പറേ വരാൻ പാടുള്ളൂ. 600-ന് മുകളിലുള്ള ഒരു സംഖ്യയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 6 കൊണ്ട് 2 തവണ ഡിവൈഡ് ചെയ്യുക. അതായത് മുകളിൽ 2 നമ്പർ കിട്ടണം. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ 640 മിനിറ്റിനെ നമ്മൾ എന്താണ് മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 10 മണിക്കൂറും 40 മിനിറ്റ് എന്നും കിട്ടി അല്ലേ? ഇനി നമുക്കറിയാം ഈ എക്സ് എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മൾ സമയം എന്ത് ചെയ്ത് കൊടുക്കണം? ഈസ്റ്റിലേക്കാണെങ്കിൽ നമ്മൾ സമയം ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് 9 മണിയാണ്. 9 മണിക്കൂടെ ഈ 10 മണിക്കൂറും 40 മിനിറ്റും ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? 7:40 PM. ഓക്കെ. അപ്പോൾ 9 മണിക്കൂടെ 9 AM ആയിരുന്നു അല്ലേ? അതുകൂടെ 10 മണി കൂട്ടി. അപ്പോൾ 10 മണിക്കൂർ കൂട്ടിയപ്പോൾ 7 എന്ന് കിട്ടി. അപ്പോൾ AM തന്നെ മാറി എന്തായത്? PM ആയി. 12 മണി കഴിഞ്ഞാൽ അതെന്താണ്? അതിൽ AM PM വ്യത്യാസം വരും. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് 7:40 PM എന്നായി. ക്ലിയർ ആണോ? അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്തത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് വരുന്ന സ്ഥലമാണെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊരു സംശയം ചിലപ്പോൾ നിങ്ങൾക്ക് വന്നേക്കാം. അപ്പോൾ അതേപോലത്തെ ഒരു ടൈപ്പ് ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, അവിടുത്തെ സമയം എത്രയാണ്? 8 മണിയാണ്. 8 മണി AM ആണ്. അപ്പോൾ പകൽ സമയമാണല്ലോ. യെസ്. ഈ എക്സ് എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എത്ര ഡിഗ്രിയിലാണ്? 80 ഡിഗ്രി വെസ്റ്റ് ആണ്. വെസ്റ്റ് ആണോ ഈസ്റ്റ് ആണോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. 80 ഡിഗ്രി വെസ്റ്റിലാണ് കിടക്കുന്നത് എങ്കിൽ എക്സ് എന്ന് പറയുന്ന സ്ഥലത്തെ സമയം നിങ്ങളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ട മെത്തേഡും സെയിം തന്നെയാണ്. എല്ലാത്തിലും ചെയ്യേണ്ട മെത്തേഡ് സെയിം തന്നെയാണ്. നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര ഡിഗ്രി നീങ്ങിയിട്ടുണ്ടെന്ന് നോക്കുക. എത്ര ഡിഗ്രി നീങ്ങിയിട്ടുണ്ട്? 80 ഡിഗ്രിയാണ്. 80 ഡിഗ്രി. ആ 80 ഡിഗ്രീനെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അങ്ങനെ ഇൻറ്റു ചെയ്ത് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? മിനിറ്റ് ആയിരിക്കും. എന്തായിരിക്കും? മിനിറ്റ്. അപ്പോൾ നമ്മൾ 80-നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്തു. കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് 320 മിനിറ്റ് ആണ്. ഇനി 320 മിനിറ്റിനെ നമ്മൾ മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ? മണിക്കൂറിലേക്ക് മാറ്റണം. അപ്പം 320 എന്ന് പറയുന്നത് 600-ന് താഴെ വരുന്ന സംഖ്യയല്ലേ? അപ്പം ഞാൻ എന്താ പറഞ്ഞത്? 600-ന് താഴെയാണെങ്കിൽ 6 കൊണ്ട് ഒറ്റ തവണ ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ 320-നെ 6 കൊണ്ട് ഒറ്റ തവണ ഡിവൈഡ് ചെയ്തപ്പോൾ മുകളിൽ ഒറ്റ സംഖ്യ കിട്ടിയുള്ളൂ. അതേതാ? 5 അല്ലേ? 5 × 6 30, ബാക്കി 20 താഴെ വന്നു.
ക്ലിയർ ആണല്ലോ. അപ്പോൾ മുകളിൽ കിട്ടുന്നത് മണിക്കൂറും താഴെ കിട്ടുന്നത് മിനിറ്റും. അപ്പോൾ 5 മണിക്കൂർ 20 മിനിറ്റ് എന്ന് കിട്ടി. ഈ 320 മിനിറ്റിനെ നമ്മൾ മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 5 മണിക്കൂറും 20 മിനിറ്റ് എന്നും കിട്ടി. വെസ്റ്റ് ഡയറക്ഷനിലേക്കല്ലേ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ സമയത്തിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൈനസ് ആണ് ചെയ്യേണ്ടത്. വെസ്റ്റിലേക്ക് പോകുമ്പോൾ സമയം നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ 8 മണിയിൽ നിന്ന് 5 മണിക്കൂർ കുറക്കുമ്പോൾ നമ്മൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഇതേപോലെ ഒരു സിമ്പിളായിട്ടൊരു ക്ലോക്ക് വരച്ചേക്കാം. ഇപ്പോൾ 8 മണിയിൽ നിന്ന് 5 മണിക്കൂർ ബാക്കിലേക്ക് 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ, 5 മണിക്കൂർ ബാക്കിലേക്ക് പോയപ്പോൾ ഇപ്പോൾ സമയം 3 മണി. ഇനി 3 മണിയിൽ നിന്ന് വീണ്ടും എത്ര മിനിറ്റ് കുറയ്ക്കണം? 20 മിനിറ്റ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇപ്പോൾ സമയം 3 മണി. ഓക്കെ, 3 മണിയിൽ നിന്ന് ഒരു 20 മിനിറ്റ് ബാക്കിലേക്ക് ഒന്ന് പോയേ. അപ്പോൾ 3 മണിയിൽ നിന്ന് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ 2:40. എന്താണ്? 2:40 എന്ന് ഉത്തരം കിട്ടും. 2:40. ഇവിടെ AM ആണോ PM ആണോ? നിങ്ങൾ നോക്കിയേ, ഈ 12 മണി കഴിഞ്ഞ് അടുത്ത 12 മണി ആവണം അല്ലേ. AM PM ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പം 8 മണി നിൽക്കുന്നത് 12 മണിക്ക് ശേഷമാണ് 8 മണി വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ AM എന്നാണ് പറഞ്ഞത് നമ്മളെടുത്ത്. ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ 3 മണിയല്ലേ എത്തിയിട്ടുള്ളൂ. അപ്പോൾ AM എന്നല്ല ആവണുള്ളൂ. 12 ഇങ്ങോട്ട് ബാക്കിലേക്ക് പോയാൽ 12 കഴിഞ്ഞ് പിന്നിലേക്ക് പോയാൽ ഇല്ല. അപ്പോൾ ഇവിടെ AM തന്നെയാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ. ഒന്നുകൂടിയും പറയാം, വെസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ഈ മണിക്കൂറിനെ നമ്മൾ മൈനസ് ആണ് ചെയ്യേണ്ടത്. മൈനസ്. ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പ്ലസ് ആണ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ചോദ്യം എന്ന് പറയുന്നത് ഇതുപോലത്തെ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതായത് ഇതുവരെ നമ്മൾ ചെയ്തത് ലോഞ്ചിറ്റ്യൂഡുമായി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് അല്ലേ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ, എക്സ് എന്ന് പറയുന്ന സ്ഥലം 60 ഡിഗ്രി ഈസ്റ്റിലുള്ളൊരു സ്ഥലമാണിത് എക്സ്. അപ്പോൾ നമുക്കിവിടെ ലോഞ്ചിറ്റ്യൂഡ് തന്നിട്ടുണ്ടോ? ഇല്ല. എക്സ് എന്ന് പറയുന്ന സ്ഥലം 60 ഡിഗ്രി ഈസ്റ്റ് ഡയറക്ഷനിൽ സ്ഥിതി ചെയ്യുന്നു. അവിടുത്തെ സമയം തന്നിട്ടുണ്ട് 2 മണി. ഇനി വൈ എന്ന് പറയുന്ന സ്ഥലം 72 ഡിഗ്രി ഈസ്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ സമയം നമുക്ക് തന്നിട്ടില്ല. ഇവിടുത്തെ സമയമാണ് നിങ്ങളോട് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നത്. ചെയ്യുന്ന രീതി എല്ലാത്തിലും ഒരേപോലെ തന്നെയാണ്. എന്താ ചെയ്യേണ്ടത്? തന്നിട്ടുള്ളത് ഇവിടുത്തെ സമയമല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ലോഞ്ചിറ്റ്യൂഡിൽ നിന്ന് ഈ പറയുന്ന ലോഞ്ചിറ്റ്യൂഡിലേക്ക് എത്ര ഡിഗ്രി നീങ്ങിയിട്ടുണ്ട് നോക്കാം. ഇവിടെ നിന്ന് തന്നിട്ടുള്ള സമയം ഇവിടുത്തെ സമയമാണ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് എത്ര ഡിഗ്രി നീങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എത്ര ഡിഗ്രി നീങ്ങിയിട്ടുണ്ട്? 60 നിന്ന് 72 ആവണമെങ്കിൽ എത്ര ഡിഗ്രി? 12 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്? 12 ഡിഗ്രി. ഞാൻ പറഞ്ഞിട്ടുണ്ട് 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ് ആണ് അല്ലേ. അപ്പോൾ എത്ര ഡിഗ്രി ആണെങ്കിലും അതിനെന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അങ്ങനെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? മിനിറ്റിലുള്ള ഉത്തരമായിരിക്കും. ഓക്കെ, അപ്പോൾ 12 ഡിഗ്രീനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 48 മിനിറ്റ് എന്ന് കിട്ടി. 48 മിനിറ്റ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 60 മിനിറ്റ് വരെ നമുക്ക് ഒരു ഡിവിഷൻ്റെ ആവശ്യമില്ല. 60 മിനിറ്റിന് നമ്മൾ 60 മിനിറ്റ് വരെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം 60 മിനിറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? 1 മണിക്കൂർ. 60 മിനിറ്റ് ആണ് എന്ത്? 1 മണിക്കൂർ അല്ലേ. അപ്പോൾ 60 മിനിറ്റ് താഴെ വരുന്ന 1 മിനിറ്റിനെയും അതായത് ഇപ്പോൾ 48 മിനിറ്റ് 60 താഴെ അല്ലേ വരുന്നത്. അപ്പോൾ അതിനൊന്നും നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട ഒരു ആവശ്യവും കേട്ടോ. അപ്പം നമ്മൾ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 75 മിനിറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? 6 കൊണ്ട് ഒറ്റ തവണ ഡിവൈഡ് ചെയ്യണം. 6 കൊണ്ട് ഒറ്റ തവണ ഡിവൈഡ് ചെയ്യണം. ക്ലിയർ ആണോ? അപ്പോൾ 60 പ്രത്യേകം പഠിച്ചു വെക്കണം. 60 മിനിറ്റ് വരെയാണ്. 60 മിനിറ്റ് വരെ ആണെങ്കിൽ നമ്മൾ ഒരു ഡിവിഷൻ്റെ ആവശ്യമില്ല. അത് തന്നെയാണ് നമ്മൾ സമയമായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, 60 മുതൽ 600 വരെയുള്ള സംഖ്യകൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ സംഖ്യകളാണെങ്കിൽ 6 കൊണ്ട് ഒറ്റ തവണ ഡിവൈഡ് ചെയ്യുക. 6 കൊണ്ട് ഒരു തവണ ഡിവൈഡ് ചെയ്യുക. ഒരു തവണ മാത്രം ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി 600നും അതിന് മേലെയുള്ള സംഖ്യകളാണെങ്കിൽ അതിന് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 600നും അതിന് മേലെയുള്ള സംഖ്യകളാണെങ്കിൽ 6 കൊണ്ട് 2 തവണ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 തവണ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. തെറ്റിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മളിവിടെ 12 ഡിഗ്രിയാണ് നീങ്ങിയിരിക്കുന്നത്. 12 ഡിഗ്രി 4 കൊണ്ട് ഇൻറ്റു ചെയ്തു. 48 മിനിറ്റ് എന്ന് കിട്ടി. 48 മിനിറ്റ് നേരെ ഈ സമയത്തോടു കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ 2 മണിയാണ് അല്ലേ. 2 മണിക്കൂടെ 48 മിനിറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 മണിക്കൂർ 48 മിനിറ്റ്. AM എവിടെയും വരാം? 12 മണി കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ AM തന്നെയാണ് കിട്ടുക.
ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ തെറ്റിക്കരുത്. ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിലും ചെയ്യേണ്ട മെത്തേഡ് സെയിം ആണ്. ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണെങ്കിൽ മാത്രം പ്ലസ് ചെയ്ത് കൊടുക്കുക, വെസ്റ്റ് ഡയറക്ഷനിലേക്കാണെങ്കിൽ മൈനസ് ചെയ്ത് കൊടുക്കുക. ഇനി ഏത് ലോഞ്ചിറ്റ്യൂഡ് വന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ല. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റുകൾ, നിങ്ങൾക്ക് ഇനി വേണ്ടപ്പെട്ട ഏതെങ്കിലും ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ.